ഭയങ്കര തൊണ്ടവേദനയാണ്. നീര് തൊണ്ട നിറക്കാൻ വയ്യാത്ത രീതിയിൽ ഇത്രയ്ക്ക് തൊണ്ടയ്ക്ക് എനിക്ക് പ്രശ്നം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അവര് പറയാ നീ ഇവിടെ ജീവിക്കുന്ന ആളല്ലല്ലോ, എനിക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? ഫ്ലാഷ് ബാക്ക്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഒരു പൂളിൽ ഉണ്ടാവുന്നറിയോ ഈ സമയത്ത്? ഇപ്പൊ അവിടെ വന്നിട്ട് കോഴിതിരൊന്നും കാണിക്കരുത്, വില കളയരുത്. അതെ, നോക്കിക്കോ, മര്യാദക്കൊക്കെ നോക്കണം. എന്താ നിന്റെ നക്ഷത്രം? രോഹിണി. എന്റെ കർത്താവേ, ശ്രീകൃഷ്ണന്റെ നാളല്ലയോ? യൂറോപ്പിലെ ഏറ്റവും വലിയ പബ്ലിക് ബാത്ത് ഹൗസിൽ കുളിച്ച് നീരാടി ഫ്രഷായി ചൂടോടെ ഇറങ്ങിയിരിക്കുകയാണ്. നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കടാ. അയ്യടാ, ഞാൻ കുളിച്ചതാ. എനിക്ക് മിക്കവാറും തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ആ പൂളിൽ കിടന്നിട്ട് തല തണുത്ത് ബോഡി ചൂടായിട്ട് തൊണ്ട നല്ല വേദനയാണ്. നിനക്കിത് വേണം? നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? അവിടെ വന്നിട്ട് കോഴിതിരൊന്നും കാണിക്കരുത്, വില കളയരുത്. നോക്കിക്കോ, മര്യാദക്കൊക്കെ നോക്കണം. ഈ ഇറക്കാൻ പറ്റുന്നില്ല, വെള്ളം സൂപ്പ് പോലും കുടിക്കാൻ പറ്റുന്നില്ല, അതുപോലെ വേദനിക്കുന്നു. ഇവിടെ ഞാൻ ക്ലിനിക്ക് തപ്പി പിടിച്ച്, ക്ലിനിക്കിൽ പോകണമെങ്കിൽ ചുമ്മാ കയറി പോകാൻ പറ്റും. അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പോയിന്റ്മെന്റ് എടുത്ത് അല്ലെങ്കിൽ പിന്നെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവന് ഇതായിട്ടുള്ള എന്തെങ്കിലും സംഭവം വരണം. ഇതാ ഇവിടുത്തെ ന്യായം. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ കുടുംബം കീറും. സ്വാഭാവികം. എനിക്ക് ഭയങ്കര പനി, എക്സ്പെക്ടഡ് ആയിരുന്നു പനി വരും എന്നുള്ളത്. എന്റെ വേദനയ്ക്ക് ഒരു കുറവില്ല. നാളെ മിക്കവാറും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഞാനിപ്പോ ശവമാകും, എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും. ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ആരും ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കത്തില്ല. അപ്പൊ റിസപ്ഷനിൽ പോയി ചോദിച്ചപ്പോ എന്തോ പറഞ്ഞു. ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല സാറേ. ഇംഗ്ലീഷ് മനസ്സിലാവുന്നതാണ്, ജോലിക്ക് എടുത്താൻ പറ്റോ? അവിടെ അകത്ത് പോയി ഡോക്ടറെ കണ്ട് കാർഡ് ടോക്കൺ എടുത്തിട്ട് ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറയാ ഞാൻ സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ ആളെ, അപ്പുറത്തെ റൂമിൽ പോണം. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയി. എന്നിട്ട് അപ്പുറത്തെ റൂമിൽ പോയപ്പം അവര് പറയാ നീ ഇവിടെ ജീവിക്കുന്ന ആളല്ലല്ലോ, എനിക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു ആന്റിബയോട്ടിക് തന്നാൽ മതി. തൊണ്ടയുടെ പ്രശ്നമാണെങ്കിൽ ഇവിടെ ഫാർമസിയിൽ പോയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ പോരെ. ഞാൻ ഒഴിവാക്കിക്കളന്നല്ലേ പറഞ്ഞു അത് കഴിക്കുന്നുണ്ട്, അത് കഴിച്ചാൽ പോവില്ല, ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു കോപ്പ് വരാൻ പോകും. അവര് വേറെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഒരു ഡോക്ടറെ കാണാൻ എന്ത് പാടല്ലേ. നമുക്ക് വേണ്ട സമയത്ത് മരുന്ന് കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തം കിട്ടൂല. നമ്മള് സഹിക്കുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ പല സ്ഥലത്തും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അല്ല, അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? ഞാൻ 2 ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് തന്നെ സംസാരിച്ചത്. അവര് പറഞ്ഞു എനിക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവര് പറഞ്ഞത്. അതായത് അവർക്ക് അതിനുള്ള വകുപ്പില്ല അവിടെ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. പക്ഷെ നമ്മുടെ നാട്ടിലെന്ത് സുഖമല്ലേ. ഒരു ചെറിയൊരു തുമ്മല് ജലദോഷം വന്നാലും നേരെ കാഷ്വാലിറ്റി പോയി ഡോക്ടറെ കാണാൻ, അല്ലെങ്കിൽ ഫിസിഷ്യൻ അപ്പോയിന്റ്മെന്റ് എടുക്കുക. നമ്മള് ഫിസിഷ്യനൊക്കെ കാണുള്ളൂ, MD ഡോക്ടറൊക്കെ കാണുള്ളൂ. ഇവിടെ ഒരു MBBS ഡോക്ടറെ കാണാൻ പോലും ഇവിടെ പറ്റണില്ല. മതിയായി 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായതിന്റെ റബ്ബിന്റെ കാവല്.